എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ ചേരുന്നു. ജയശങ്കർ, പത്തനംതിട്ടയുടെ നഗരമേഖലയിൽ, മലയോര മേഖലയിൽ, പുഴകളിൽ, ആറുകളിൽ ഒക്കെ എന്താണ് അവസ്ഥ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആഷ്മി. എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുകയാണ്. ഇന്നലെയും ഇന്നും ഓറഞ്ച് അലേർട്ടാണ് ജില്ലയിൽ. നിലവിൽ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമുണ്ട്, പക്ഷേ ജില്ലയിൽ മഴയില്ല. ഈ പമ്പാ നദിയിൽ ഉൾപ്പെടെ ജലനിരപ്പ് വലിയ തോതിൽ ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ശബരിമല മാസപൂജകൾക്ക് വേണ്ടി നട തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പമ്പാ നദിയിൽ ഭക്തർ, തീർത്ഥാടകർ ഇറങ്ങരുത് എന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നിലവിൽ എന്തായാലും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ആറന്മുള സത്രക്കടവിലാണ്. ഇവിടെ പമ്പാ നദി കുറച്ചധികം, പമ്പാ നദിയിലെ വെള്ളം ഇങ്ങോട്ട് ഈ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഈ പമ്പാ നദിയിലെ കടവിൽ നിന്ന് വെള്ളം കുറച്ചധികം 10 മീറ്ററിലധികം വെള്ളം ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. മുമ്പ് നമ്മൾ ഇതൊക്കെ നടക്കാൻ സാധിക്കുന്ന ഒരു വഴിയായിരുന്നു. അവിടെ ഒരു കടവുണ്ട്, കുളിക്കടവുണ്ട്. ആ കടവിലേക്കൊക്കെ വെള്ളം ഇത്രമാത്രം ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഒരു പ്രളയ സമാന സാഹചര്യം ഉണ്ട്. പക്ഷേ ജാഗ്രത പുലർത്തണം. വെള്ളം ഇതുവരെ വലിയ തോതിൽ മറ്റിടങ്ങളിലേക്ക്, ജനവാസ മേഖലകളിലേക്കൊന്നും എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ അല്പം കൂടി ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തെ വെള്ളം ഉയർന്നാൽ പത്തനംതിട്ട ആറന്മുള റോഡിലേക്ക് കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ അച്ചൻകോവിൽ ആറിലും സമാനമായ ജാഗ്രത വേണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നദികളിലൊക്കെ തന്നെ മഞ്ഞ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആളുകൾ നദിയിൽ ഇറങ്ങുകയോ കുളിക്കുകയോ നദി മുറിച്ചു കടക്കാൻ ശ്രമിക്കുകയോ ചെയ്തതെന്നാണ് ജില്ലാ ഭരണകൂടം നിലവിൽ നൽകിയിരിക്കുന്ന അറിയിപ്പ്. ഒപ്പം തന്നെ ഇന്ന് ജില്ലയിലെ അംഗനവാടികൾ ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മഴയുടെ സാഹചര്യം വിലയിരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു അവധി എന്തായാലും കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മഴക്കെടുതിയിൽ വ്യാപകമായ നാശനഷ്ടം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മലയാളപ്പുഴയിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് കൃഷ്ണൻ നായർ എന്നൊരാൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇയാൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. തലയ്ക്കും ഒപ്പം തന്നെ കൈക്കും ഒക്കെ തന്നെയാണ് പരിക്ക് ഏറ്റിട്ടുള്ളത്. പരിക്ക് ഗുരുതരമല്ല. എന്തായാലും ചികിത്സ ഇയാൾ തേടിയിട്ടുണ്ട്. ഈ പ്ലാവ് ഉൾപ്പെടെയുള്ള മരങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രി കാറ്റിൽ വീടിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. അങ്ങനെയാണ് ഈ പരിക്ക് സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ പൊതുവിൽ ജില്ലയെ സംബന്ധിച്ച് ഈ മലയോര മേഖലയിലുള്ള രാത്രികാല യാത്ര ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. ജാഗ്രത തുടരുകയാണ്. എന്തായാലും നിലവിൽ മഴ മാറി നിൽക്കുന്നു, ആശ്വാസകരമാണ്. പക്ഷേ വനത്തിനുള്ളിൽ ഉൾപ്പെടെ ശക്തമായൊരു മഴ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ഏത് നിമിഷവും നദികളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുമെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജാഗ്രത വേണം. കാരണം ഈ മൺസൂണിൻ്റെ തുടക്കത്തിൽ വലിയ തോതിൽ തിരുവല്ല ഭാഗത്തൊക്കെ തന്നെ നദികളിൽ നിന്ന് വെള്ളം ജനവാസ മേഖലയിലെത്തി വലിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഈ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാത ഉൾപ്പെടെ വെള്ളത്തിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അത്രമാത്രം നിലവിൽ കെടുതികൾ രൂക്ഷമല്ല. എങ്കിൽ പോലും ഒറ്റപ്പെട്ട ശക്തമായ മഴ പലയിടത്തുമുണ്ട്. തെങ്ങും മരങ്ങളൊക്കെ വീണ് KCBക്ക് ഉൾപ്പെടെ പോസ്റ്റുകൾ ഉൾപ്പെടെ തകരുന്ന നാശനഷ്ടം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ജാഗ്രത തുടരണം. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം പത്തനംതിട്ട ജില്ലയിലില്ല. ആശ്മി ക്രിസ്റ്റീന. ഓക്കെ, ശരി. ഇപ്പോൾ മഴയുള്ള സകലമാന ജില്ലകളിലെ വിവരങ്ങളാണ്. ഇപ്പോൾ നമുക്ക് ആ മലയാളപ്പുഴയിൽ കനത്ത മഴയിൽ വീടിന് മുകളിലേക്ക് മരം വീണ് ഗൃഹനാഥന് പരിക്കുന്ന വാർത്തയിൽ അതിൽ നമുക്ക് ഒരു ബൈറ്റ് കേൾക്കാം. ഈ കാറ്റടിച്ചപ്പോൾ കാറ്റിൻ്റെ ശക്തിയിൽ എന്താ സംഭവിച്ചതെന്ന് പോലും അറിയത്തില്ല. മരുന്നെല്ലാം കൊണ്ട് ഇരുന്ന് പറഞ്ഞ് ഒടിഞ്ഞൊക്കെ വരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ എൻ്റെ കൂടെ കഥ ഇറങ്ങി ചാടിയപ്പോഴത്തേക്കും മണ്ടയ്ക്ക് വീണു. വെളിയിൽ നിന്ന് ഓടിൻ്റെ മുറിയെല്ലാം കൂടെ മുറ്റത്തിറങ്ങി നോക്കിയപ്പോഴത്തേക്കും മരം ഇപ്പുറത്ത് വന്നു.